അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണ വിഭവങ്ങളൊക്കെ നമ്മൾ തുടങ്ങിയായിരുന്നു. അപ്പം ഇട്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് തൊടുകറികളിലെ അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട സാധനമാണ് നമ്മുടെ ഇഞ്ചിക്കറി. അപ്പം നമ്മൾ ഇഞ്ചിയൊക്കെ ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കണ്ടോ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന സംഭവമല്ലേ. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വാർത്തെടുക്കണം. അപ്പം നമ്മൾ ചീനച്ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് അത് ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് കുറേശ്ശെ ആയിട്ടിട്ട് ഇതുപോലെ തെറിക്കും. നമ്മൾ എന്ത് സാധനം ചെയ്താലും ഒന്ന് സൂക്ഷിക്കണം. കാര്യം ഇതിന്റെ വെള്ളത്തിന്റെ അംശമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പൊ വറുത്തെടുക്കാനായിട്ട് ഒരുപാടൊക്കെ കരിഞ്ഞു പോകരുത്. നല്ല എന്താ പറയുന്നതിന് മറ്റേ ഒരു ക്രിസ്പി മുക്കാൽ പരുവാകുമ്പോൾ എടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഉണ്ടല്ലോ പിന്നെ എടുത്തു കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് അത് ഇരിക്കുന്ന സമയത്തില് പിന്നെ ഒന്നുകൂടെ മൂക്കുമല്ലോ. അപ്പൊ അതിന്റെ അനുസരിച്ചിട്ട് നമ്മള് കോരാം. അപ്പൊ നമുക്ക് ഇത് വറുത്ത് കഴിഞ്ഞിട്ട് കാണാവേ. നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ ഇത് നമ്മുടെ കറക്റ്റ് പരുവായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് കോരാം. കരിഞ്ഞു പോയിട്ടുമില്ല, എന്നാലും മൂത്തിട്ടുണ്ട്. ആ ഒരു പരുവത്തിൽ കോരണം. അപ്പൊ ഇനി ഇരുന്ന് ഇച്ചും കൂടെ ഇത് മൂക്കുവേ. അതെ, അങ്ങനെ നമുക്കിത് മുഴുവൻ നമ്മൾ എന്തുമാത്രം ഇഞ്ചിയാണോ എടുക്കുന്നത് അത്ര ഇഞ്ചി നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. അതാണ് നമ്മൾ ഇതിന്റെ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതിന് ഏറ്റവും മെയിൻ ഒരു പരിപാടി. ഏറ്റവും മെയിൻ ടാസ്ക് ഇഞ്ചി ഒരുക്കുന്നത്. കൈ നല്ലതായിട്ട് പോയും. അത് കാരണം കയ്യിലൊന്നെങ്കിൽ എണ്ണ തേച്ചിട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുക. അപ്പൊ ഇത് രണ്ടിലേതെങ്കിലും ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അപ്പൊ നമുക്ക് ഇനി ബാക്കി കുറച്ചുണ്ട്. അപ്പൊ ഇതും കൂടെ വറുത്തെടുത്തിട്ട് നമുക്ക് ഇനി ബാക്കി പരിപാടി ചെയ്യാം. അപ്പം നമ്മുടെ ബാക്കി വന്ന ഇഞ്ചി കൊണ്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം കോരാറായി വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വേറെ പരിപാടി കൂടെ ചെയ്യാനുണ്ട്. നമുക്കത് ഇവിടെ നമ്മുടെ കൽച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ കുറച്ച് വെള്ളം നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലതായിട്ട് തിളയ്ക്കണം. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു നാരങ്ങയുടെ വലുപ്പമുള്ള പുളിയില്ലേ, വാളംപുളി, അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാവേ. അപ്പൊ ഇതാകുമ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളിയുടെ പുളിയാണ് നമ്മളിപ്പോ ചേർത്തിരിക്കുന്നത്. ഇഞ്ചിക്കറിക്ക് പല നാടുകളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇഞ്ചിപ്പുളി എന്ന് ചിലടത്ത് ഇഞ്ചിപ്പുളി എന്ന് പറയാറുണ്ട്. പല പേരിലാണ്. ആ പുളിക്കും ഒരു പ്രാധാന്യം ഉണ്ട്. അത് വാളംപുളിയാണ്, മറ്റേ നമ്മുടെ കുടംപുളിയല്ല, വാളംപുളി. അപ്പൊ ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാവണം. അത് തിളയ്ക്കുമ്പോഴത്തേക്കിനും നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ഈ എണ്ണയെ തന്നെ ഇനിയും വറുത്തെടുക്കാനുണ്ട്. അപ്പൊ നമ്മൾ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ചേക്കാം. അപ്പൊ നമ്മള് ലാസ്റ്റ് ബാച്ച് ഇഞ്ചി കോരി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തുമാത്രം ഇഞ്ചി ഇതിന്റെ ആവശ്യം ഉണ്ടെന്നനുസരിച്ച് നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിപ്പോ നമ്മള് ഒരു 250 ഗ്രാമാണ് നമ്മള് ഇഞ്ചി എടുത്തിരുന്നത്. അപ്പൊ വറുത്ത് വന്നപ്പോഴത്തേനും വളരെ കുറച്ചേ ഉള്ളൂ. അതെ, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. കാര്യം ഇത് ഒരിക്കൽ വരുമ്പോൾ കുറച്ച് വേസ്റ്റ് ആകും. പിന്നെ നമ്മൾ എടുക്കുന്നത് വെള്ളം പിടിച്ച ഇഞ്ചി ആണെങ്കിൽ ഇതിനേക്കാളിലും കുറയും സാധനം. അപ്പൊ നമ്മൾ ഇനി എടുത്തിരിക്കുന്നത് നമ്മുടെ പച്ചമുളകും നമ്മുടെ കറിവേപ്പില. അപ്പൊ ഈ എണ്ണയിൽ തന്നെ നമുക്കൊന്ന് വറുത്ത് പോരാവേ. ഒന്ന് ശ്രദ്ധിച്ചോണം, വെള്ളത്തിന്റെ അംശം ഇപ്പൊ നമ്മള് തീ നിർത്തി വെച്ചിരിക്കുക. കാരണം ഇത് എണ്ണ നല്ല ചൂടായതുകൊണ്ട്. അപ്പൊ ഈ നിർത്തിയ തീയില് ഈ എണ്ണയിലേക്ക് തന്നെ നമുക്കൊന്ന് ഇട്ട് വറുത്താൽ മതി. പച്ചമുളക് നല്ലതാണ്, പൊട്ടും. അതെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പച്ചമുളക്. അപ്പൊ അതിന്റെ നന്നായിട്ട് അതിന്റെ ജലാംശം നന്നായിട്ട് മാറണം. അപ്പൊ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വറുത്തിടണം. കാര്യം നമുക്ക് ഈ ഇഞ്ചിക്കറി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസത്തേക്കുള്ള അല്ലല്ലോ, നമുക്ക് ദിവസങ്ങളോളം കേടുകൂടാതെ ഇരിക്കുന്നതാണ്. അപ്പൊ അത് നന്നായിട്ട് അതിന്റെ ജലാംശം പോകുന്നവരെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പൊ അതൊന്ന് റെഡി ആയിട്ടിടാം. അപ്പൊ നമുക്ക് മുളക് കോരിയെടുക്കാവേ. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഇനിയും തീ അങ്ങ് നിർത്തി വെച്ചിട്ട് നമ്മുടെ കറിവേപ്പിലയും കൂടിട്ടൊന്ന് വറുത്തെടുക്കാവേ. അപ്പൊ എന്നിട്ട് നമുക്ക് കാണാം. അപ്പൊ ഈ കറിവേപ്പിലയിലെ എല്ലാം വെള്ളം പോകണം. ആ ഒരു പരുവത്തിൽ വരെ നമ്മുടെ ഇഞ്ചിയും മുളക് കറിവേപ്പില എല്ലാ സാധനങ്ങളും നമ്മൾ നന്നായിട്ട് വറുത്ത് അതിന്റെ ജലാംശങ്ങളെല്ലാം മാറി നല്ല റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളത് വെള്ളം പുളിവെള്ളം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. പിന്നെ ഈ ചില ആൾക്കാരുണ്ടല്ലോ ഇതിനോട് ചെറിയുള്ളിയും കൂടെ വറുത്തെടുക്കും. അപ്പൊ അത് ആവശ്യമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഒരു 10-15 ചെറിയ ഉള്ളിയും കൂടെ വറുത്തെടുക്കാം. വട്ടത്തിലരിഞ്ഞ് വറുത്തെടുത്ത് കഴിഞ്ഞാൽ അതും ടേസ്റ്റാണ് സംഭവം. അപ്പൊ നമ്മള് ഉള്ളി എടുത്തിട്ടില്ല.
അപ്പൊ ഇനിയത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വറുത്തെടുത്ത ഇഞ്ചി നന്നായിട്ടൊന്ന് തരിതരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പൊ അത് മിക്സിയിലോ അല്ലെങ്കിൽ നമ്മുടെ അമ്മിക്കല്ലോ എവിടെ വേണ വെച്ച് നമുക്കത് പൊടിച്ചെടുക്കാം. ഇനിയിപ്പോ നന്നായിട്ടാണ് കൈവച്ച് അങ്ങ് പൊടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് പൊടിച്ചിട്ടുണ്ട്. നമ്മളത് ഇഞ്ചി ഇതേ അത്യാവശ്യം ഒരുപാടൊക്കെ ഇതായിട്ടങ്ങ് പൊടിക്കണ്ട, തരിതരിപ്പ് വേണം, എന്നാലേ അതിന് ഒരു ടേസ്റ്റ് വരും. അതെ. അപ്പൊ നമ്മുടെ എണ്ണയ്ക്ക് അത്യാവശ്യം ചൂടുണ്ട്. നമ്മുടെ ഉലുവ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ അവനൊന്ന് പൊട്ടിയിട്ട് വേണം നമുക്കിനി ബാക്കി പരിപാടി ചെയ്യാൻ. ഇപ്പൊ നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ ഇതിന്റെ ബാക്കി സാധനങ്ങളെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയും നമ്മുടെ ഈ ഒരു കൂട്ട് മാത്രം ചേർത്താൽ മതി. ഇതിന്റെ മുളക് പൊടി നമ്മൾ എടുക്കുന്നത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ആകുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും കറികൾക്ക് നമ്മൾ പറയുന്നൊരു നല്ല കൊഴുപ്പ് കിട്ടും. ആ ഗ്രേവിക്ക് നല്ല കളറും ആയിരിക്കും. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കടുക് കൊടുക്കാം. അപ്പൊ അതും കൂടെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ അവിടെ കിടന്നു പൊട്ടിക്കഴിയുമ്പോ അതെ നമ്മുടെ എണ്ണയ്ക്ക് അത്യാവശ്യം ചൂടുണ്ട്. നമ്മൾ നേരത്തെ ഇഞ്ചി വറുത്തതിനാണല്ലോ. ഈ വറ്റൽമുളക് രണ്ട് വറ്റൽമുളക് കൂടെ നമ്മൾ ഇങ്ങോട്ട് മുറിച്ച് 2-3 പീസ്. ഇതിന്റെ അകത്ത് കിടക്കുന്ന വറ്റൽമുളകൊക്കെ കഴിക്കാൻ നല്ല സ്വാദാണ്, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ എല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. മുളകിന്റെ അരി ഉണ്ടല്ലോ, അതും ചിലപ്പോൾ പൊട്ടും. സംഭവം ഡേഞ്ചറാ ഈ ഇങ്ങനെ ഇടുമ്പോഴേ. സ്റ്റൗവിനെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ചാണ് ഇളക്കുന്ന. അപ്പോഴേ ഇനി നമുക്ക് തീ നിർത്താവേ. തീ നിർത്തിയിട്ട് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാവേ. തീ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം കരിഞ്ഞു പോകും. അപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള എരി ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മള് 2.5 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്. സാധാ മുളക് പൊടിയാണെങ്കിൽ 2 ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ 1.25 ടേബിൾ സ്പൂൺ മാത്രം ചേർക്കാം. ഇനി മഞ്ഞപ്പൊടി അത് നമ്മൾ 1 ടീസ്പൂണ് ചേർത്തിട്ടുണ്ട്. അതിന്റെ പച്ചമണം ഒന്ന് മാറണം. ഒന്ന് ഇളക്കി കൊടുക്കാവേ. കഴിഞ്ഞു. അത്രേ ഉള്ളൂ നമ്മുടെ അതിന്റെ പരിപാടി. എണ്ണയ്ക്ക് ചൂടുള്ളത് നിമിഷ നേരം കൊണ്ട്. അപ്പൊ ഇനി നമ്മുടെ ഇത് നല്ല ചൂടാണ്. അപ്പൊ സൂക്ഷിച്ച് ഇത് നമ്മൾ കൽച്ചട്ടി തന്നെ വെക്കുന്നതാണ് നല്ലത്, പുളി ആയതുകൊണ്ട്. അപ്പൊ ഇനി നമ്മൾ ഇതെല്ലാം കൂടെ നമ്മുടെ കൽച്ചട്ടിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാൻ പോണം. അപ്പൊ എണ്ണ വെള്ളത്തിലേക്ക് ചേർക്കുമ്പോൾ അതും ഒന്ന് സൂക്ഷിച്ചു. അത് തന്നെ. അത് കാരണം അത് നമ്മൾ പിന്നാണ് ചേർക്കുന്നത്. ആദ്യമേ നമ്മള് വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് നമ്മുടെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോഴും ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് നമ്മൾ ഇനി വേണം നമുക്ക് ഉപ്പ് അവസാനം വേണം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നാലും നമുക്ക് എന്തുമാത്രം അതിന്റെ ക്വാണ്ടിറ്റി വേണമെന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ ഇഞ്ചി പുളി ആയിട്ടുണ്ട്. ഇനി അതിന്റെ എരിവ് കാര്യങ്ങളും മസാല കൂടെ ചേർത്ത് കൊടുക്കാവേ. അപ്പൊ ഇനി നമുക്ക് പതുക്കെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അത് തന്നെ ഇച്ചിരി ഡേഞ്ചറാ സംഭവം. കാരണം ഇത് വെള്ളത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. പക്ഷേ ഇത് ചൂട് വെള്ളം ആയതുകൊണ്ട് ഇനി നമ്മളിത് ഇതിലിരുന്നൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പൊ ഇനി ഒന്നും തീ കത്തിക്കണം. നമ്മുടെ ആ വെള്ളം തിളച്ചതാണെങ്കിൽ പോലും നമ്മളിപ്പോ ചേർത്ത എല്ലാ സാധനങ്ങളും കൂടി ഒന്ന് മിക്സ് ആവണമല്ലോ. അപ്പൊ ഒന്നുകൂടെ സ്റ്റൗ ഓൺ ആക്കണം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ മുളക് ഐറ്റംസ് എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. സംഭവം നല്ല കളറൊക്കെ ആയി. അപ്പൊ ഇനി ഇത് ഇരിക്കുന്ന അനുസരിച്ചിട്ട് കൂടുതൽ കുറുകും. കാരണം നമ്മുടെ ഇഞ്ചിയിലേക്കും മുളകിലേക്കും ഒക്കെ ഈ വെള്ളം അങ്ങ് എന്തോ ആഗിരണം ചെയ്യും അല്ലേ, പിടിച്ചെടുക്കും. അപ്പോഴത്തേക്കും കൂടുതൽ കുറുകി വരും. അപ്പൊ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അച്ചാറിനായതുകൊണ്ട് നമ്മള് സ്വല്പം ഉപ്പ് കൂട്ടി തന്നെ ചേർത്തെടുക്കണം. ഇനി ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് കാണാം. ചൂടുണ്ട്. അപ്പൊ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാവും. എന്നിട്ട് നമുക്ക് കാണാവേ. അപ്പൊ നമ്മുടെ ഇഞ്ചിക്കറി നന്നായിട്ട് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് സംഭവം. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഏറ്റവും അവസാനം ചേർക്കേണ്ട ചില ചേരുവകളുണ്ട്. അതാണ് നമ്മുടെ കറിയുടെ. അപ്പൊ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം, എന്നിട്ട് ചെയ്യാവേ. അപ്പൊ ഒരു മറ്റേ നമ്മുടെ കായപ്പൊടി അല്ലേ, കായപ്പൊടി നമുക്ക് ഒരു ടീസ്പൂണോളം. ഇപ്പൊ ഇത് ഇടുമ്പം ഒരു പ്രത്യേകത ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ചൂടിലേക്ക് ആയതുകൊണ്ട് ഇത് കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട്. ഇളക്കി കൊടുക്കാം. കായം മറ്റേ നമ്മുടെ കട്ടക്കായ ആണെങ്കിലും കുഴപ്പമില്ല. കട്ടക്കായ ആണെങ്കിൽ ഒന്ന് നമ്മുടെ വെള്ളത്തിലൊന്ന് ലയിപ്പിച്ച്, വെള്ളത്തിലല്ല എണ്ണയിൽ മൂപ്പിച്ചിട്ട് പൊടിച്ചെടുക്കണം. അതിനാണ് ടേസ്റ്റ് കൂടുതൽ. എണ്ണയിൽ മൂപ്പിച്ചിട്ട്
വെള്ളത്തിൽ കലക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഏട്ടൻ പറഞ്ഞ കറക്റ്റാ സംഭവം. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ശർക്കരയാണ്. അപ്പൊ നമ്മള് ശർക്കര പൊടിച്ച ശർക്കരയാ. അതെ അതെ, അതും കൂടെ ചേർക്കണം. എന്നാലേ ഉണ്ടല്ലോ ആ ഇഞ്ചിക്കറിയുടെ സ്വാഭാവികമായ ഒരു ടേസ്റ്റ്, എരി, ഉപ്പും പുളിയും മധുരവും എല്ലാം വരണം. എന്നാലേ ഉണ്ടല്ലോ അതിന് ആക്കയിലോട്ട് നമ്മൾ അതുകൊണ്ട് തൊടുമ്പോഴത്തേക്ക് അങ്ങോട്ട് തൊടുകറിയുടെ ഒരു പ്രധാനിയ രോമൊക്കെ എഴുതിട്ട് അതുപോലെ വേണം സംഭവം. അപ്പൊ നമ്മുടെ കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മൾ ഇതിനകത്ത് മറ്റേ ചെറിയ ഉള്ളിയും ചേർത്തിട്ടില്ല. ചെറിയ ഉള്ളി ചേർത്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കൊഴുപ്പൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ ഇതിന് ഇരിക്കുന്നവരും കുറെ കൂടെ കുറുകി വരും. അപ്പൊ ഇതിന്റെ ഉപ്പൊന്ന് നോക്കിയേക്കാം. ചൂടുണ്ട്, സൂക്ഷിച്ചാണ്. എരിവ് കറക്റ്റാണ്. മധുരം ഒരു ശക്കര ഉപ്പും മധുരം അല്ല. അപ്പൊ നമുക്ക് സ്വല്പം ഉപ്പൂടെ ചേർക്കാം. അപ്പോഴേ എല്ലാരും ഇഞ്ചിക്കറിയൊക്കെ തൊട്ട് കൂട്ടി വേണം നമ്മുടെ ഒരു സദ്യ ഉണ്ടാനായിട്ട്. എന്നാലേ ആ ഒരു സദ്യക്ക് ഒരു ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കറി ഇല്ലെങ്കിലും നമുക്ക് സദ്യ റെഡിയാണ്. പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയുന്നത്, ഓണസദ്യക്ക് എല്ലാ വിഭവങ്ങളും വേണം. എന്നാലല്ലേ നമുക്ക് അതിന്റെ ആ ഒരു വർഷത്തിൽ ഒരിക്കലും നമ്മൾ ആഘോഷിക്കുന്ന നമ്മളെല്ലാം ലാവിഷായിരിക്കണം. അതിനകത്ത് യാതൊരു കുറവും ഇതൊന്നും കാണിക്കരുത്. കുറേശ്ശെ ആണെങ്കിലും ഉണ്ടാക്കാം. അപ്പൊ എല്ലാരും ഇതൊക്കെ ഓണത്തിനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയോ? തുടങ്ങിയില്ലെങ്കിൽ തുടങ്ങി. ഇപ്പൊ ആദ്യം ദിവസമൊന്നും ഇല്ലല്ലോ, 1-2 ആഴ്ച കൂടെ ഉള്ളു ഇനി. അപ്പൊ ഇതെല്ലാം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തലേ ദിവസം ഇതിനു വേണ്ടി അല്ലെങ്കിൽ 2 ദിവസം മുമ്പേ കടന്നിട്ട് ഓടണം. ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് സാധനം മേടിക്കാൻ അതിന് ഇതിനും അച്ചാറുകളൊക്കെ തയ്യാറാക്കി വെച്ചാൽ പിന്നെ ചീത്തയാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പച്ചടി കിച്ചടി സാധനങ്ങളൊക്കെ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെക്കാം. അപ്പൊ ഇതുപോലെ ഇഞ്ചിക്കറി ഒന്ന് റെഡിയാക്കി നോക്കുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂടുകയോ കുറയ്ക്കോ എന്ത് വേണേൽ ചെയ്യാം. പിന്നെ ഇത് അധികം ക്വാണ്ടിറ്റി ഒന്നും വേണ്ട, നമുക്ക് തൊടുകറിയല്ലേ മതിയല്ലോ. അപ്പൊ ഇനി ഇതൊന്ന് നന്നായിട്ട് തണുക്കണം, അത്രയുള്ള പരിപാടി. അപ്പൊ എല്ലാവരും ഇഞ്ചിക്കറിയൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കിക്കും. കാര്യം ഇപ്പം നമ്മുടെ ഇവിടെ ഇഞ്ചിക്കൊക്കെ ഇച്ചിരി വില കൂടുതൽ കേട്ടോ. നാട്ടിലെങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അപ്പം തയ്യാറാക്കി നോക്കുക, അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഇഞ്ചി കഴിച്ചപ്പോഴത്തേക്കും ഗ്യാസൊക്കെ അതാണ് ഇഞ്ചിക്കറിയുടെ വയറ്റിലൊക്കെ നല്ല. അപ്പൊ ഉണ്ടല്ലോ പിന്നെ എന്താ ചാനൽ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരൊന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി നിർത്തുക. പിന്നെ നമ്മുടെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായവും നിർദ്ദേശവും പിന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. എല്ലാം തയ്യാറാക്കിക്കും. അപ്പൊ അടുത്ത നമ്മുടെ ഓണ വിഭവമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking